ഇപ്പോഴത്തെ ഈ കൊടും ചൂടിൽ നിന്ന് എങ്ങോട്ട് പോയി രക്ഷപ്പെടും എന്നോർത്തിരിക്കുമ്പോഴാണ് ഏതെങ്കിലും ഒരു നല്ല റിസോർട്ടിൽ പോകാമെന്ന് വിചാരിച്ച് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നല്ല റിവ്യൂസൊക്കെ ഉള്ള നമ്മുടെ ഗോകുലം ഗ്രാൻഡ് ടേർട്ടിൽ ഓൺ ദ ബീച്ച് റിസോർട്ട് 5 സ്റ്റാർ ബീച്ച് റിസോർട്ടാണ് കേട്ടോ. അത് കണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. റിവ്യൂസ് എല്ലാം കണ്ടപ്പോൾ അങ്ങനെ ഞങ്ങൾ ബുക്ക് ചെയ്തു. എൻ്റെ ഏറ്റവും വലിയ പ്രിഫറൻസ് ഹൈജീനായിരുന്നു. അപ്പോൾ റിവ്യൂസ് നോക്കിയപ്പോഴും വളരെ ഹൈജീനിക് ആണ് എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾക്ക് പൂളൊക്കെ യൂസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങളെത്തി. വളരെ വാം വെൽക്കമാണ്. കാറ് പാർക്ക് ചെയ്യുകയാണ്. എല്ലാം നല്ല പ്രൊഫഷണൽസാണ് നമ്മളെ വെൽക്കം ചെയ്യാൻ നിൽക്കുന്നത്. പ്രൊഫഷണൽ അപ്രോച്ചായിരുന്നു കംപ്ലീറ്റ്. ഇഷ്ടംപോലെ വെഹിക്കിൾസ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കേട്ടോ. ശരിക്കും പേര് പറയുന്ന പോലെ തന്നെ ഒരു ഗ്രാൻഡ് ബീച്ച് റിസോർട്ടാണ്. അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു വാംത്ത് ഫീൽ ചെയ്യും. ഈ റിസോർട്ടിൻ്റെ വെളിയിൽ പുറകിലായിട്ട് ആ കാറൊക്കെ കിടക്കുന്നതിൻ്റെ അപ്പുറത്തായിട്ട് ഒരു ആയുർവേദിക് സെൻറ്ററും കൂടെ ഉണ്ട്. നമുക്ക് അത് ഹോട്ടലിൽ താമസിക്കുന്ന റെസിഡൻസിനും അല്ലാത്ത പുറത്തുള്ളവർക്കും അതിൻ്റെ സേവനം ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്ത് ലഗേജൊക്കെ എടുത്ത്, കണ്ടില്ലേ സെക്യൂരിറ്റി ചേട്ടൻ നിൽക്കുന്നത്, പുള്ളി ഭയങ്കര പ്രൊഫഷണലാണ് കേട്ടോ. ആവശ്യത്തിന് മാത്രമേ സംസാരിക്കുകയുള്ളൂ. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറി. അവിടെ ഞങ്ങൾ ചന്ദനമൊക്കെ തൊട്ട് അവരുടെ സ്പെഷ്യൽ മാല ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് ഞങ്ങൾ വളരെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് നല്ല ഒരു നമ്മളെ കാണുമ്പോൾ തന്നെ അവരെഴുന്നേറ്റ് വന്ന് ഹായ് സാർ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ റിസപ്ഷനിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് ഞങ്ങളെ വെയിറ്റിംഗ് ഏരിയയിലേക്ക് കൊണ്ടുപോയി. ഞങ്ങൾ ട്രിവാൻഡ്രത്ത് നിന്നാണെന്ന് അറിഞ്ഞപ്പോൾ, മലയാളികളാണെന്ന് അറിഞ്ഞപ്പോൾ അവർക്ക് നല്ല ഒരു സന്തോഷം ഉണ്ടായിരുന്നു. കാരണം അവരെന്നെ പറഞ്ഞു മലയാളീസ് വരുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഫ്രീ ആയിട്ട് ഇടപെടാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞു. അവിടെ നമ്മുടെ വെയിറ്റിംഗ് ഏരിയ ആണ്. വെയിറ്റിംഗ് ഏരിയ ഇരുന്നിട്ട് സൈഡിൽ നമുക്ക് പൂള് കാണാം. ഈ പൂളിന് വേണ്ടിയിട്ടാണ് എൻ്റെ മോൻ ചാടി പുറപ്പെട്ട് വന്നത്. അവന് ഫുൾ ടൈം വെള്ളത്തിൽ കിടക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നല്ല ക്ലീൻ ആൻഡ് നീറ്റ് പൂളാണ് കേട്ടോ. ഞങ്ങൾ യൂസ് ചെയ്തു. ഇതിപ്പോൾ കാണുന്ന പോലെയല്ല. അവിടെ വാട്ടർ റീസൈക്ലിംഗ് ആണെങ്കിലും വെയിറ്റിംഗ് ഏരിയ ആണെങ്കിലും തൊട്ടപ്പുറത്ത് തന്നെയാണ് റെസ്റ്റോറൻ്റ് ഉള്ളത്. ആ കാണുന്ന റൂമിലാണ് ഞങ്ങൾക്ക് റൂം കിട്ടിയത് കേട്ടോ. ആ മുകളിൽ ഇതാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത മുറി. ഇതൊരു ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോട്ടലാണെന്ന് ഞാൻ പറയില്ല. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ ഇത് 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ബീച്ച് റിസോർട്ടാണ്. പക്ഷേ സമ്മർ എന്ന് പറയുമ്പോൾ ഒരു ഓഫ് സീസണാണ്. അപ്പോൾ ഓഫ് സീസൺ ടൈമിൽ അവർ പറഞ്ഞു ഒക്ടോബർ ടു മാർച്ച് ഭയങ്കര ഹൈ റേറ്റാണ്. ഇപ്പം കമ്പാരിറ്റീവ്ലി റേറ്റ് കുറഞ്ഞിരിക്കുന്ന സമയമാണ്. സോ അത്യാവശ്യം അഫോർഡബിൾ ആണെന്നേ പറയാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഞങ്ങൾ അറേബ്യൻ സീ വ്യൂ എന്നാണ് ഈ റൂമിൻ്റെ പേര്. അതിൻ്റെ വെളിയിൽ തന്നെ ബാൽക്കണി ഉണ്ട്. ബാൽക്കണിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് പൂള് കാണാം. പൂളിൻ്റെ അപ്പുറത്ത് നമുക്ക് നമ്മുടെ കടൽ കാണാം. ഇപ്പോൾ എന്തായാലും മഴക്കോളുണ്ട്. ഞങ്ങൾ ചെക്കിൻ ടൈം അവരുടെ 2 PM ആണ്. ചെക്കൗട്ട് ടൈം 11 AM ആണ്. മഴക്കോളുള്ളത് കാരണം കുറച്ച് വെയിൽ താന്നിരിക്കുകയാണ്. ദൂരെ അറേബ്യൻ സീയിൽ പാരാഗ്ലൈഡിങ് ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഹോട്ടലിൻ്റെ തന്നെ റെഡ്യൂസ്ഡ് റേറ്റിൽ പാരാഗ്ലൈഡിങ്ങും സ്കൂബ ഡൈവിങ്ങും ഒക്കെ ഉണ്ട്. ആവശ്യമുള്ളവരെ അവിടെ ഹോട്ടലിൽ തന്നെ അറിയിച്ചാൽ മതി. ഡൈനിങ് ഏരിയ കം റെസ്റ്റോറൻ്റ് ആണ്. ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആണ്. ബുഫേ പോലെയാണ്, നമുക്ക് തന്നെ പോയെടുക്കുക. അത് മിക്ക ഹോട്ടൽസിലും അങ്ങനെ ആണെന്ന് പോകുന്നവർക്കറിയാം. ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ ടൈപ്പ് ആയിരിക്കും. അതും നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല ഫുഡായിരുന്നു കേട്ടോ. മനസ്സ് നിറയുന്ന രീതിയിലുള്ള ഇന്ത്യൻ ഫുഡ്, കേരള ഫുഡ് എല്ലാം ഉണ്ടായിരുന്നു. ഹോട്ടലിൽ തന്നെ വെസ്റ്റേൺ സ്പാ ഫെസിലിറ്റീസും അതിൻ്റെ റേറ്റും എല്ലാം അടങ്ങുന്ന ഒരു ബ്രോഷർ കൊടുത്തിട്ടുണ്ട്.
പ്ലസ് ആയുർവേദിക് മസാജ് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മസാജ് ചെയ്യാൻ അതിൻ്റെ റേറ്റ് ഹോട്ടൽ റെസിഡൻസിന് കുറച്ചുകൂടി റെഡ്യൂസ്ഡ് റേറ്റിന് കിട്ടും. അതും നമ്മുടെ റൂമിൽ തന്നെ ബ്രോഷർ അവൈലബിൾ ആണ്. ഞങ്ങൾ പൂള് യൂസ് ചെയ്യാനായിട്ട് പോവാണ്. ഇപ്പോൾ മോം മാത്രമാണ് ഇറങ്ങുന്നത്. സ്വിം സ്യൂട്ടൊക്കെ ഇട്ട് വേണം പോകാനായിട്ട്. ആൾക്ക് സ്വിമ്മിങ് ഓൾറെഡി അറിയാം, അതുകൊണ്ട് നല്ല ചാടി തുള്ളി പോകുന്നുണ്ട്. ആ കാണുന്നതാണ് ഞങ്ങളുടെ മുറി, അറേബ്യൻ സീ വ്യൂ റൂം. പിന്നെ നമ്മുടെ സ്റ്റെപ്സ് ഇറങ്ങി റൈറ്റിലോട്ട് പോകുമ്പോൾ കുറച്ച് നമ്മുടെ കൈത്തറി സംഭവങ്ങളൊക്കെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. സാരി, മുണ്ട് നേരിയതും, പിന്നെ ജിമ്മുണ്ട്. ജിം ഫെസിലിറ്റീസ് യൂസ് ചെയ്യാൻ ആവശ്യമുള്ള ഗിഫ്റ്റ് ഷോപ്പാണ് കേട്ടോ. അതിൻ്റെ ബാക്കിലായിട്ട് ജിമ്മുണ്ട്. ജിമ്മിൻ്റെ ഫെസിലിറ്റീസ് യൂസ് ചെയ്യാൻ റെസിഡൻസ് ഫ്രീ ആണ്. ആവശ്യമുള്ളവർക്ക് വന്ന് യൂസ് ചെയ്യാം. ഇൻഡോർ ഗെയിംസും അവൈലബിൾ ആണ്. ഞങ്ങൾ ഇൻഡോർ ഗെയിംസ് യൂസ് ചെയ്യാൻ സമയം കിട്ടിയില്ല. പക്ഷേ ചെസ്സ്, അങ്ങനെ ബോർഡ് ഗെയിംസ്, ബില്ലിയാർഡ്സ്, അങ്ങനത്തെ ഗെയിംസൊക്കെ ഇൻഡോർ ഗെയിംസിന് യൂസ് ചെയ്യാം. Here we go. Eight AM to 8 PM ആണ് പൂൾ യൂസ് ചെയ്യാനുള്ള ടൈം. ആശാൻ ഫുൾ ടൈം വെള്ളത്തിലായിരുന്നു. കാരണം അത്രയ്ക്ക് ചൂടായിരുന്നു. നട്ടുച്ച സമയത്ത് വെള്ളത്തിന് ചൂടുണ്ടായിരുന്നെങ്കിലും വെള്ളത്തിൽ കിടക്കുമ്പോൾ ഒരു സുഖം. ഇവിടെ റൂം ബുക്ക് ചെയ്യാതെയും ഡേ ഔട്ട് ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. ഫുൾ ഹോട്ടൽ ഫെസിലിറ്റീസ് യൂട്ടിലൈസ് ചെയ്യാം ഈ മോർണിംഗ് ടു ഈവനിങ്. അത് ഹോട്ടലുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് കിട്ടും. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല അടിച്ച് പൊളിച്ചു.